ഹലോ ഗൈസ്, വെൽക്കം ടു മിൻറ്റീസ് വ്ലോഗ്. ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഒരു റവ കൊണ്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ റവ, ഒരു നേന്ത്രപ്പഴം, വെല്ലം, പാല്, ഏലക്കായ. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ റവ പാലൊഴിച്ച് പൊതിർത്ത് വെക്കുക, എന്നിട്ടാണ് പരിപാടി. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. റവ പാലൊഴിച്ച് പൊതിർത്ത് വെക്കുക, നല്ല അടിപൊളിയായിട്ട് പൊതിർത്ത് വെക്കുക. കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഇത് നല്ലവണ്ണം പൊതിർന്നിട്ടുണ്ടാവും. അത് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. എന്നിട്ട് പഴവും മിക്സിയിൽ ചെറുങ്ങനെ മുറിച്ചിട്ട് അതും അടിച്ചെടുക്കുക. ഏലക്കായ, വെല്ലം ഉരുക്കിയതെല്ലാം ഒഴിച്ച് ആദ്യം മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാ ഗൈസ്, വെല്ലം ഉരുക്കാൻ വേണ്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അത് ഉരുകി വന്നതിന് ശേഷം, തണുത്തതിന് ശേഷം നമുക്ക് റവയിലേക്ക് ഒഴിച്ച് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഗൈസ്, ഇതാ പഴമെല്ലാം നുറുക്കി മിക്സീൻ്റെ ജാറിലിട്ട് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അടിച്ചെടുക്കാം. അതിൽ 2-3 ഏലക്കായും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ വെല്ലം ഉരുക്കിയതും റവയും എല്ലാം കൂടി മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ എല്ലാം അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് കിണ്ണത്തിലേക്ക് ഒഴിക്കാം. നല്ല അടിപൊളിയായിട്ട് എല്ലാം റെഡിയായിട്ടുണ്ട്. കൂട്ട് റെഡിയായിട്ടുണ്ട്. ഇനി കുറച്ച് തേങ്ങാക്കൊത്തും കൂടി വറുത്തതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഹലോ ഗൈസ്, ഇത് തേങ്ങാക്കൊത്തും റെഡിയായിട്ടുണ്ട്. തേങ്ങാക്കൊത്തും എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കാര അടുപ്പത്ത് വെച്ച് ചുട്ടെടുക്കാം. ഗ്യാസ് അടുപ്പിൽ ഇതാ കാര വെച്ചിട്ടുണ്ട്. ഇനി കാഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ചുട്ടെടുക്കാം. ഇപ്പോൾ ഗൈസ്, ഇതാ കാര കാഞ്ഞിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ കാഞ്ഞതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാം. നമ്മൾ ഗ്യാസിന് ഒരു റിങ് ഇടാണ്ട് കാര വെക്കാൻ പറ്റില്ല, കുഞ്ഞി കാരയാണ്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു സൂക്കുകളുണ്ട്. അപ്പോൾ അതിൽ ഒരു റിങ് വെച്ച് എന്നിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചുട്ടെടുക്കാം. വെളിച്ചെണ്ണയെല്ലാം കാഞ്ഞിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പ്, ആ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യും. വെളിച്ചെണ്ണ കാഞ്ഞ് വയ്ക്കുന്നുണ്ട്. ഹലോ, അരിപ്പൊടിയും കൂടി ഇതിനകത്ത് കൂട്ടണം. അത് പറയാൻ വിട്ടുപോയതാണ്. എല്ലാവരും ക്ഷമിച്ചേക്കണേ.
അരിപ്പൊടി ഇട്ടില്ലെങ്കിൽ അപ്പം കിട്ടില്ല. അതുകൊണ്ട് ഞാൻ അരിപ്പൊടിയും കൂടി ചേർത്തത് പറയാൻ വിട്ടുപോയതാണ്. നമ്മളെ പത്തലിനെല്ലാം എടുക്കുന്ന പൊടിയാണ് എടുത്തത്. റവേൻ്റെ തരി ഉള്ളതുകൊണ്ട് പറയാൻ വിട്ടുപോയതാണിത്. ഇനി അപ്പെല്ലാം ചുട്ട് വെച്ചതിന് ശേഷം നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഗൈസ്, ഇതാ അപ്പങ്ങളെല്ലാം ചുട്ട് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി സോഫ്റ്റ് കണ്ടാ, ഇതാ സോഫ്റ്റ് അപ്പാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയാം. റവ എടുക്കുക, കുറച്ച് പാലൊഴിച്ച് റവ പൊതിർത്ത് വെക്കുക. എന്നിട്ട് വെല്ലം ഉരുക്കുക. തണിഞ്ഞതിന് ശേഷം മിക്സിയിലേക്ക് ഇടുക. പഴവും നേന്ത്രപ്പഴവും എടുത്ത് അടിച്ച് അതിലേക്ക് ഈ റവയും വെല്ലം ഉരുക്കിയതും കൂടി ചേർക്കുക. ഏലക്കായ ഇടുക. എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്യുക. തേങ്ങാക്കൊത്ത് വറുത്തിടുക. എള്ളില്ലാത്തതുകൊണ്ട് ഞാൻ എള്ളിട്ടിട്ടില്ല. എള്ളും കൂടി ഇട്ടാൽ നല്ല സൂപ്പർ അപ്പമായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത്, പാലെല്ലാം ഒഴിച്ചിട്ടുള്ള അപ്പം ചുട്ടത്. നല്ല അടിപൊളി അപ്പമാണ്. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.